ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് ഓർത്തു രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക്. അപ്പോൾ രാവിലെ നല്ല മഴയാണ്, എടുക്കണോ വേണ്ടായോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ശരിക്കും ഞാൻ. അതുകൊണ്ട് കുറച്ച് രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോയും കാര്യമൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. കുഞ്ഞുണ്ട്, അപ്പം അവനെ ഒന്ന് സേഫാക്കി വിട്ട് വേണം എനിക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. നമ്മളൊരു ദിശയിൽ നിന്ന് മാത്രം എടുത്താൽ പോരല്ലോ, പല പല ദിശകളിൽ നിന്നും വീഡിയോ എടുക്കണമല്ലോ, എന്നാലേ കാണുന്നവർക്കൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ തലേദിവസമേ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ കടലക്കറി രാവിലെ വെക്കാമല്ലോ എന്നോർത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് മനസ്സിലൊരു പ്ലാൻ വന്നത്. അപ്പം നല്ല മഴയുമാണ്. ഈ സമയത്ത് ഞാൻ എന്താ പറയണേ, കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യാറ് 7 മണി വരെ. ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു, കാരണം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇച്ചിരി രാവിലെ എഴുന്നേറ്റ് വീഡിയോ പതുക്കെ, ആരുടെയും ശല്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടൊരു ഇഷ്ടത്തിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെയാണ് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇച്ചിരി നേരത്തെയാണ് എണ്ണിക്കാറ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു രാവിലെ കടലക്കറിയോടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആ കടലയ്ക്കകത്ത് കുറച്ച് സവോളയും തക്കാളിക്കായും ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് നമുക്കത് ഒരു 3-4 വിസിലടിക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഈ പ്ലാനൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഒരു 2 വീക്ക് ആയിട്ടുണ്ടാകും, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഇലയൊക്കെ ചീത്തയാവാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാനോർത്ത് വെള്ളമൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ആകെ 2 എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഞാൻ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ വേറെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മുടെ മുറ്റത്തൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ വരുന്ന വീഡിയോയിൽ ഞാനതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ അത് വെള്ളം മാറ്റി ഒന്ന് ഫ്രഷ് ആക്കിയാണ് ഞാനത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഉറപ്പായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് പറയുകയാണെങ്കിൽ, എനിക്ക് പോരായ്മകളുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നികത്തുന്നതായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മ. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു എന്താ ഡേ മൈ ലൈഫ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ക്ലീനിങ് വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ക്ലീനിങ് വ്ളോഗും അങ്ങനെയുള്ളതെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കടലയ്ക്കുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഞാനൊരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വറുത്തിട്ടാണ് കടലക്കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ക്രഷാക്കി മിക്സിക്കകത്തൊന്ന് ക്രഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. തേങ്ങ വറുത്തിട്ടാണ് ഇച്ചിരി ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ റിവ്യൂ പറയണം കേട്ടോ. അപ്പം രാവിലെ അത് വറക്കാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയാണെങ്കിൽ നല്ലപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 സ്പൂണ്, നമ്മൾ കടല എത്രയാണോ എടുത്തത് അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റായിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി അതൊരു ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത്. വേറെ ടൈപ്പും എന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കാതെയും കടലക്കറി സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. ഞാൻ ഇച്ചിരിയുടെ ടേസ്റ്റിന് വേണ്ടി കടലക്കറി തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അതാകുമ്പോൾ പപ്പായ്ക്കും മമ്മിക്കും കുറച്ചുകൂടി ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടല വെന്തിട്ടുണ്ട്, നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഈ അരച്ച ഒരു കൂട്ടുണ്ടല്ലോ, ആ അരച്ച കൂട്ട്
ഇതിലോട്ടിടണം. ഇടുന്നതിന് മുമ്പ് ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂണ് കടലയും കൂടെ അരച്ചിടുവാണെങ്കിൽ കുറച്ചൊരു കൊഴുപ്പ് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലപോലെ കൊഴുപ്പ് കിട്ടും. നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് വെച്ചൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ലാസ്റ്റ് കടുക് വറുത്ത് അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കുറേ ഇതാവുന്നത്. നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു കടലക്കറി വേഗം വെക്കാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളവർക്ക് ഭയങ്കര ലോങ് ആണെന്ന് ഒരിക്കലും അല്ല, ഇത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്കത് കടുക് വറുത്തെടുക്കാം. അപ്പോൾ കടലക്കറി വെക്കുമ്പോൾ മെയിനായിട്ടും നമുക്ക് തേങ്ങാക്കൊത്തില്ലേ, തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുക്കാം കേട്ടോ. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ബാക്കി എണ്ണയിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇടാം. ചെറിയുള്ളിയും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതാക്കിയിട്ട് നമുക്ക് കടുക് വറുത്തായത് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. രാവിലെ പാലൊക്കെ വന്നു, ഒരു 7:45 പാലൊക്കെ വരും കേട്ടോ. അപ്പം ഇത് തിളപ്പിക്കണം നല്ലപോലെ, കാരണം കുഞ്ഞിന് കൊടുക്കുന്നതല്ല. അവൻ രാവിലെ ഒരു 2 നേരം പാല് കുടിക്കാറുണ്ട്. അപ്പോൾ അവന് വേണ്ടി ഞങ്ങൾ അല്ലാതെ മേടിക്കുന്നതാണ്. ഞങ്ങളല്ലാതെ കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പാല് മേടിക്കുന്നത്. പിന്നെ എനിക്കും കുടിക്കാനും ഞാൻ പാല് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ചായ കാപ്പി അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉണ്ടെങ്കിൽ കുടിക്കും, ആ ഒരു ഇതേ ഉള്ളൂ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ചായ വേണം അങ്ങനൊരു താല്പര്യമൊന്നും എനിക്കില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് പാല് കൊടുക്കുക എന്നുള്ളൊരു മസ്റ്റായിട്ടുള്ള കാര്യം. നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഞ്ഞ് ഇച്ചുമോനാണെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും, പാല് താ എന്ന് പറയും കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ നല്ലപോലെ വർത്താനം പറയാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവന്. അപ്പം ഞാൻ രാവിലെ ഓർത്തു എന്നാൽ പൊടി നമുക്ക് ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴയ്ക്കുന്നത് തന്നെ. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുവാണെങ്കിൽ തന്നെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. പച്ചവെള്ളത്തിൽ ഒരിക്കലും കുഴയ്ക്കാൻ പാടില്ല. അപ്പം ഈ ചൂടുവെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പിടും. ഞാൻ അല്ലാത്ത ടൈമിൽ എളുപ്പം നോക്കിയിട്ട് ഞാൻ ആ പൊടിയിൽ തന്നെയാണ് കുറച്ച് ഉപ്പിടാറ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉപ്പ് കുറച്ചുകൂടെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പം എന്നോട് മമ്മി എപ്പോഴും പറയും, ചൂടുവെള്ളത്തിൽ ഉപ്പിടുവാണെങ്കിൽ എല്ലായിടത്തും പിടിക്കും, നീ അങ്ങനെ വേണം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ മമ്മി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ച് സെറ്റാക്കണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാല് തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പാല് വയ്ക്കും, അതിങ്ങനെ തിളച്ച് തൂകി അവിടെ എല്ലാം കിടക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം എനിക്ക് ഭയങ്കര നീറ്റാവണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നീറ്റാക്കി എപ്പോഴും ഇടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പോഴേ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ ഗൈസ്. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചൂടുണ്ടായി ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമുക്കിനി ഇടിയപ്പത്തിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടാതെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പപ്പായും മമ്മിക്കും ചായ കൊടുക്കുക എന്നുള്ളൊരു കടമയുണ്ട് എനിക്ക്. കാരണം അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മസ്റ്റായിട്ട് അവർക്ക് ചായ വേണം. അപ്പോൾ ഞാനോർത്ത് പപ്പായ്ക്കും മമ്മിക്ക് ചായ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ അതിനു മുമ്പേ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിന് വേണ്ടി. അപ്പോൾ ഇവർക്ക് ചായ കൊടുത്തിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ 2 പേർക്ക് ഞാൻ ചായ കൊടുത്തു. ഞാനങ്ങനെ ചായ കുടിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കങ്ങനെ ഇല്ല. അപ്പോൾ അവർക്കിട്ട് കൊടുത്തിട്ട് ബാക്കി ചെയ്യാമെന്ന് ഓർത്തു. ചേട്ടനും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ചായ കുടിക്കുക എന്നുള്ളൊരു ശീലം ചേട്ടനും ഇല്ല. കാരണം ഫുഡിൻ്റെ കൂടെയൊക്കെ ചായ കുടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ മൂഡ് അനുസരിച്ചാണ് തേയിലവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചേട്ടന് കുടിക്കാനാണ് താല്പര്യം. ചേട്ടൻ മരുന്ന് കഴിക്കും, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ചേട്ടൻ അങ്ങനെ രാവിലെ ചായ കാപ്പി അങ്ങനെയുള്ളതൊന്നും കഴിക്കാറില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പം ഞാനോർത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഞാൻ ആദ്യം ഇടിയപ്പം ഇങ്ങനെ ഫുള്ളി ഇതാക്കിയിട്ട് അതിൻ്റെ നടുക്കാണ് ഞാൻ തേങ്ങ ഇടാറ്. അല്ലാതെയും ചെയ്യും, ആദ്യം തേങ്ങ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യും. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അകത്ത് ഇച്ചിരി കൂടെ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കഴിക്കുമ്പോഴൊക്കെ. ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേന്
എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് അതിൻ്റെ ലോക്ക് വീഴും. ഇന്ന് ലോക്ക് വീണില്ല. ഞാൻ അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ആ സൈഡിലൊക്കെ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കങ്ങനെ പറ്റും. ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ലോക്ക് പെട്ടെന്ന് വീഴും. പിന്നെ കുറേ നേരം അതെടുത്ത് അടിച്ചടിച്ചാണ് അത് ഇളക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇടിയപ്പത്തിന് ഇങ്ങനെ നൂല് പോലെ വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതിന് പകരം പിന്നെ രണ്ടാമത് മേടിച്ചത് അതാണ് കേട്ടോ. ഇത് ആദ്യത്തേത് ലോക്ക് വീണിട്ട് ഇളക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നേരത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഇടിയപ്പം പിഴിയുന്ന ടൈപ്പ് വരത്തില്ല, ഞെക്കുന്ന ടൈപ്പ്, അതായിരുന്നു. ഇപ്പം പിന്നെ ഇങ്ങനെ കറക്കിയാൽ മതി. പക്ഷെ കറക്കിയാൽ തന്നെ ഇതിൽ ലോക്ക് ഭയങ്കരമായിട്ട് വീഴുന്നുണ്ട്. അപ്പം ലോക്ക് വീഴാതെ ഞാനിങ്ങനെ സൂക്ഷിച്ചാണ് വീഡിയോ ഒക്കെ എടുക്കേണ്ടതെന്ന് ഓർത്ത് സൂക്ഷിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ആവിയൊക്കെ കയറ്റിയിട്ട് ഞാനിങ്ങനെ ഫുഡൊക്കെ വെക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങനെ മാക്സിമം ഞാനത് ശ്രമിക്കാറുണ്ട്, അങ്ങനെ ചിരിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാനും ഒക്കെ. പക്ഷേ എനിക്ക് പറ്റത്തില്ല. കാരണം എന്താ ചോദിച്ചാൽ എനിക്ക് ഫുഡ് വയ്ക്കുമ്പം സൈലൻ്റായിട്ട് ഞാൻ സംസാരിക്കാറില്ല. സൈലൻ്റായിട്ട് വേഗം എൻ്റെ പണി കഴിയും. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് വന്നാലോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം സംസാരിക്കാതൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ വേഗം പണി തീർക്കും. ഫാസ്റ്റായിട്ട് വേഗം എൻ്റെ ജോലിയെല്ലാം കഴിയും. ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഭയങ്കര ഡിലേ ആവും. ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഒരു ഫ്രീഡം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ മിക്കതും സംസാരിക്കാതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് വീട്ടിലായാലും. എന്നിട്ട് പിന്നെ ഭയങ്കര സംസാരമാണ്. ഇങ്ങനെ സംസാരിച്ച് കൂടുതലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എൻ്റെ മമ്മിയോടും എൻ്റെ ഹസ്ബൻഡിനോടുമാണ്. അപ്പോൾ ഞാൻ എന്തോ കാര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ കഴുകിയതിന് ശേഷം ഇച്ചുക്കുട്ടനെ ഉണർത്തണമായിരുന്നു. അവനെ ഉണർത്തി. അപ്പോൾ അവന് രാവിലെ ഭയങ്കര മൂഡ് ഓഫാണ്. അപ്പോൾ ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഒരു ഡേ മൈ ലൈഫായിട്ട് ഞാൻ ഇടാം. അപ്പോൾ ആളെ ഒന്ന് രാവിലെ ഉഷാറാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലി എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ചേട്ടായിയാണ് അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇടിയപ്പവും കടലക്കറിയും നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗ് ഇതായിരുന്നു കേട്ടോ ഗൈസ് കഴിക്കാനായിട്ട് മെയിനായിട്ട്. അപ്പോൾ രാവിലെ ഞാനിത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. എന്താ ചോദിച്ചാൽ ഞാൻ ഇച്ചുമോനെ വെറുതെ ഒന്ന് വിളിച്ചതാണ്. പക്ഷേ ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ആൾക്ക് വേറൊന്നുമല്ല, അതിലെ കടല പറക്കി ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അതെടുത്ത് എറിയാനാണ് ആൾക്കത് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനത് കഴുകിയിട്ട് ഞാൻ ആൾക്ക് കടല കൊടുക്കും. കടല മൂടുണ്ടെങ്കിൽ ആൾ കടലക്കറി നന്നായിട്ട് കഴിക്കുക കേട്ടോ. കടലക്കറിയായിട്ടല്ല, കടല ഭയങ്കര ഇഷ്ടമാണ്. കടല ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനപ്പം കഴിക്കും. ഞാനപ്പോൾ അവനെ വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ നോക്കി ചിരിക്കുന്നൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ റൊട്ടീൻ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് വീഡിയോ ഓടിച്ചു വരികയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇന്ന് അവിയലുണ്ടായിരുന്നു, കാമെഴുക്കുരട്ടി, പിന്നെ മോരുകറി, പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടി. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. ഇനി വൈകുന്നേരം ഉള്ളത് എന്താണെന്ന് ഞങ്ങളൊക്കെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഉച്ചയ്ക്ക് ചക്കക്കുരുത്തോരനും ബീഫും പിന്നെ മാങ്ങ അച്ചാറും കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്.